ഇപ്പോൾ ബുണ്ടസ് ലീഗ, സീരിയ, ലാ ലീഗ അങ്ങനെ 3 യൂറോപ്യൻ ട്രോഫീസോ അല്ലെങ്കിൽ 3 ലീഗുകളും ആർക്കൊക്കെയെന്ന് തീരുമാനമായിരിക്കുമ്പോൾ പ്രീമിയർ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർസണൽ തൊട്ട് ബാക്കിലുള്ള സിറ്റി ഇങ്ങനെ പിന്നിലാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ മത്സരങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ടെൻഷനാണ്. ഇനി എന്ത് സംഭവിക്കും? ഈ മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ സിറ്റി വരുമോ ഇല്ല? അങ്ങനെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആർസണൽ വെസ്റ്റ് ഹാം എന്നുള്ളൊരു മത്സരം. ആ മത്സരം ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് ആവുന്നത് പ്രത്യേകിച്ച് ആ ഒരു ഗോളിന്റെ പേരിലാണ്. അതായത് ഡിനൈ ചെയ്യപ്പെട്ട അവസാന മിനിറ്റിൽ വന്ന ഒരു ഈക്വലൈസറിന്റെ പേരിൽ. ബേസിക്കലി അതൊരു ഗോളായിരുന്നു അല്ലെങ്കിൽ അതൊരു കമ്മിറ്റഡ് ഫൗളാണത്? അത് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഫൗളാണ്. പക്ഷെ എനിക്കതായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതേ സമയത്ത് ആ പെനൽറ്റി ബോക്സിൽ 3ഓ 4ഓ ഫൗളാണ് നടക്കുന്നത്. അപ്പോൾ ഏതാണ് ആദ്യം നിങ്ങൾ ഫൗള് കൊടുക്കേണ്ടത്? ഇപ്പം ഗോൾ കീപ്പറുടെ എതിരെ മാത്രമല്ലല്ലോ ഫൗള്. ഇപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ അതേ സമയത്ത് ഡെക്ലൻ റൈസ് മറ്റേ മാവ്രപ്പാനോസിനെ റഗ്ബി ടാക്കിൾ ചെയ്യുന്നു. അതേ കുറച്ച് അപ്പുറത്ത് മാർട്ടിൻ ഓഡെഗാർഡ്, ജോൺ ടൊഡീബോനെ അതേപോലെ തന്നെ. അപ്പോഴാണ് പിന്നെ ഡേവിഡ് റായയും അങ്ങോട്ട് പോയിട്ട് കളിക്കാരനെ തട്ടുകയാണ്. കളിക്കാരൻ്റെ കൈ ഇങ്ങനെ നീട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ റായയുടെ മൂവ്മെൻ്റാണ് പ്ലെയറിലേക്ക് വരുന്നത്. അപ്പം ഇതിൽ ഏതാ ഫൗൾ? ഇപ്പം പറ്റിയിട്ടില്ല. എനിക്ക് അറിയണ ഒരു പത്രപ്രവർത്തനോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ പെനൽറ്റി ബോക്സ് കൺഫ്യൂഷനിൽ ഒരു റെഫറിക്കും എന്താ ചെയ്യാൻ പറ്റുക എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. എങ്ങനെ വിളിച്ചാലും ഒരു അൺഫെയർ കോൾ ആയിരിക്കും പലപ്പോഴും വരിക. എന്താ വെച്ചാൽ ഇന്നലെ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഫൗള് റൈസിൻ്റെതായിരുന്നു. അപ്പം ശരിക്കും ആ ഒരു ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാമിന് പെനൽറ്റി കിട്ടുക വേണ്ടത്, അല്ലെങ്കിൽ അത് ഗോളായി നിർത്തുക. എന്താ വെച്ചാൽ ആദ്യം ഫൗള് കമ്മിറ്റ് ചെയ്തത് ആർസണൽ പ്ലെയറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മത്സരം ജയിച്ചതോടുകൂടി കുറച്ചൊക്കെ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് ആർസണൽ കയറി. എന്നിരുന്നാലും ഇനിയും മത്സരങ്ങളുണ്ട്. ആർസണലിൽ 2 മത്സരവും സിറ്റിക്ക് 3 മത്സരവും ബാക്കിയുണ്ട്. പക്ഷേ പൊതുവിലൊരു ഡിസ്കഷൻ വരുന്നത് ആർസണലിൽ ഇനിയുള്ള മത്സരങ്ങൾ അത്ര കഠിനമല്ല. ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ കൂടി കുറച്ചും കൂടിയും ആർസണലിൽ ഈ ഒരു സ്ക്വാഡ് വെച്ച് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ളത്. എന്തായിരിക്കും ഈ ഒരു പ്രീമിയർ ലീഗിൻ്റെ അവസ്ഥ? എൻ്റെ അഭിപ്രായത്തിൽ ടൈറ്റിൽ റേസ് കഴിഞ്ഞു. ഇന്നലത്തെ മാച്ചായിരുന്നു, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ്റ്റ് ഹാം ആയിട്ടുള്ള കളി ജയിച്ചാൽ കഴിഞ്ഞു. എന്താ വെച്ചാൽ ഇനി ബേൺലി ഓൾറെഡി റെലിഗേറ്റഡ് ആണ്. അതും എമിറേറ്റ്സിലാണ് കളി. 100 തവണ ആ കളി കളിച്ചാൽ 99 തവണ ആർസണലേ ജയിക്കുള്ളൂ. പിന്നെ ക്രിസ്റ്റൽ പാലസ് കളി വാക്ക് ഓവറാണ്. വാക്ക് ഓവർ എന്ന് പറയാൻ കാരണം 28-ാം തീയതി അവർക്ക് കോൺഫറൻസ് ലീഗ് ഫൈനലുണ്ട് റയോ വായക്കാനുമായിട്ട്. പാലസിൻ്റെ ചരിത്രത്തിൽ അവർ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ഫൈനൽ എത്തുന്നത്. ഇനി മിക്കവാറും എത്തുമില്ല. അപ്പോൾ അവരുടെ പൂർണ്ണ ശ്രദ്ധ അതിലായിരിക്കും. അപ്പോൾ 24-ാം തീയതി ആർസണലിനെ കളിക്കുമ്പോൾ ഇസ്മൈല സാർ, മെറ്ററ്റ, ആഡം വാട്ടൺ, ബാക്കി പ്രധാനപ്പെട്ട സെൻറ്റർ ബാക്സ്, ഡീൻ ഹെൻഡർസൺ വരെ ചിലപ്പോൾ കളിച്ചില്ല എന്ന് വരും. അപ്പോൾ ശരിക്കും അത് ആർസണലിനൊരു ഒരു ഫ്രീ ഗോള് പോലെയാണ്. ബാക്കി സിറ്റിയുടെ 3 മത്സരങ്ങൾ അവർ വിചാരിച്ചാലും ഇത് ഓവർകം ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. പറ്റും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇത് ആർസണലിന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ സിറ്റിക്കാണെങ്കിൽ വരാൻ പോകുന്ന ഒരു വളരെ ടഫായിട്ടുള്ള മാച്ചുണ്ട്, ബോൺമത്ത് അവേ. ബോൺമത്തിൻ്റെ ഈ സീസൺ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ളൊരു മാനേജറാണ് ആൻ്റോണി ഇറിയോള. ഇപ്പോൾ സിറ്റി, ആർസണൽ, അതുപോലെ തന്നെ മൂന്നാമത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ 3 ടീമാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2 വർഷം എന്നുള്ള ഒരു വലിയ ഗ്യാപ്പിന് ശേഷം യൂറോപ്പിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അതിൽ നിർണായക റോൾ ആര് വഹിച്ചെന്ന് വെച്ചാൽ മൈക്കൽ കാരിക്ക് എന്നുള്ള ഒറ്റ പേരാണ്. അപ്പോൾ ഈ ഒരു കാരിക്ക് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കാരിക്കിനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഫാൻസിന് ഇടയിൽ പൊതുവിലൊരു അഭിപ്രായം വരുന്നുണ്ട്. ഇപ്പം കസമീറോ അടക്കമുള്ള താരങ്ങളും അതിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. സാർ എന്താ തോന്നുന്നത്, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ചാൻസ് യുണൈറ്റഡ്? ഇതിൻ്റെ 2 വശമുണ്ട്. ഒന്ന്, അവർ ക്ലബ്ബും അത് തന്നെയായിരിക്കും നോക്കുക. എപ്പോഴും ഒരു പുതിയ മാനേജർ വരുമ്പോൾ ആ ഒരു ന്യൂ മാനേജർ ബൗൺസ് ഉണ്ട്. അത് ആദ്യം സോൾസ്ക്യാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മൊറീനിയോ കഴിഞ്ഞ് സോൾസ്ക്യാർ വന്നപ്പോൾ ഭയങ്കര കുറേ റിസൾട്ടായിരുന്നു. PSG വരെ തോൽപ്പിച്ചു അവർ ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് താനെ താഴോട്ട് പോയി. അപ്പോൾ കാരിക്കിന് ഒരു യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ മാനേജ് ചെയ്യാനുള്ള അനുഭവം ഉണ്ടോ? ആ ഒരു വരാൻ പോണ ഒരു പുതിയ കളിക്കാരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇങ്ങനെ പല ചോദ്യങ്ങളും വരും. അത് ഈ ഒരു കെയർ ടേക്കർ റോളിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ എന്നറിയില്ല. പലരും ആ ഒരു കെയർ ടേക്കർ റോളിൽ നന്നായി ചെയ്ത് ഫുൾ ടൈം ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ബോർഡ് എന്തായാലും നോക്കും. പ്രത്യേകിച്ച് അവർ ചുറ്റും നോക്കുമ്പോൾ പല മികച്ച മാനേജർമാരും ഇപ്പോൾ ജോലി ഇല്ലാതെ ഇരിക്കാൻ പോവാണ് ജൂൺ തൊട്ട്. ഇറിയോള, ഗ്ലാസ്നർ, പിന്നെ ചാവി ഇപ്പോൾ
ജോലിയില്ല. ഷാബി അലോൺസോ ജോലിയില്ലാതിരിക്കുക. കുറേ പേരുണ്ട് അങ്ങനെ. ഇപ്പോൾ ഇനി അടുത്തത് ഒരു ബിഗ് ടീംസ് എന്ന് പറയുന്നത് ലിവർപൂളും ചെൽസിയാണ്. ഈ 2 ടീം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സീസണാണ്. അതെ. അതായത് അവരുടെ പ്ലെയേഴ്സിന്റെ ക്വാളിറ്റിക്കും പരിശീലകരുടെ ക്വാളിറ്റിക്കും ഒത്തൊരു പ്രകടനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതെ. അപ്പം ഇനിയൊരു പുതിയ പരിശീലകൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലിവർപൂൾ അതിന് വെയിറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ്. അതെ. ചെൽസി ഒരു പുതിയ പരിശീലകനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു സീസൺ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നടക്കാൻ ചാൻസ് ഉള്ളത്? പുതിയ പരിശീലകനായിട്ട് ആര് വരാനുള്ള ചാൻസസ് ഉള്ളത്? ഇതും നേരത്തെ നമ്മൾ റിയാലിൻ്റെ പറഞ്ഞ പോലെ ആരവിടെ വന്നാലും അവർ കൺട്രോൾ ആഗ്രഹിക്കും. ഇപ്പോൾ എൻസോ മെറസ്ക പോകാനൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. മെറസ്ക ലീഗിൽ ബാക്കി ടോപ്പ് കോച്ചസ് വെച്ച് നോക്കുമ്പോൾ തനിക്കൊരു കൺട്രോളും ഇല്ല എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത് ബ്ലൂക്കോ ഏതൊക്കെയോ കളിക്കാരെ വാങ്ങണം, അവരെ കളിപ്പിക്കണം എന്ന് പറയുന്നു. മെഡിക്കൽ സ്റ്റാഫ് പറയുന്നു ഈ ആഴ്ച ഇവനെ കളിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു ടോപ്പ് കോച്ചും പണിയെടുക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഒരു അലോൺസോൻ്റെ അടുത്തോ ഇറിയോളിൻ്റെ അടുത്തോ പോയിട്ട് കാര്യമില്ല. അവർ പറയും എനിക്ക് കൺട്രോൾ ഇല്ലാതെ ഞാനിവിടെ വരില്ല. അപ്പം അത് ചെൽസിക്കുള്ള പ്രശ്നം അതാണ്. ലിവർപൂളിനുള്ള പ്രശ്നം നേരെ മറിച്ച് ഇപ്പോൾ ബോർഡ് ഇത്രയും കാലം വളരെ പേഷ്യൻ്റ് ആയിരുന്നു ആൺസ്ലോട്ടിൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സീസണാണ്. ജോട്ടയുടെ മരണം തൊട്ട് എല്ലാവർക്കും അറിയാതെ. പക്ഷേ ആദ്യമായിട്ട് എത്രയോ കൊല്ലത്തിന് ശേഷം, ഒരു 15 കൊല്ലത്തിന് ശേഷം ഒരു ലിവർപൂൾ മാനേജറെ ക്രൗഡ് കൂക്കുക, അതൊരു ഹോം ഗെയിമിൽ അത്രയും മോശം പ്രകടനമായിരുന്നു. ഇത് ഒരു ഫോമും ഇല്ലാത്ത പ്രീമിയർ ലീഗിലത്തെ ഫോം ചാർട്ട്സിൽ ഏറ്റവും മോശം ടീമായിരുന്നു ചെൽസി വന്നിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് പ്ലേ ചെയ്യണം ആദ്യത്തെ 20 മിനിറ്റിന് ശേഷം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ ആകെ നിങ്ങൾക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കളിക്കാരൻ റിയോ എങ്കമോ അവന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ വേറെ കൂക്കൽ. ഇത്രയും പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്രൗഡ് നിങ്ങളുടെ എതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സപ്പോർട്ട് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബോർഡ് അത് നോക്കിയിട്ട് എന്തായാലും തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ ഇതിലൊരു ചാൻസസ് നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലും ഇപ്പം ഷാബി അലോൺസോ റയലിലേക്ക് വരുന്നതിന് മുമ്പ് ലിവർപൂളായിട്ട് കോൺടാക്റ്റിൽ ചെയ്ത ഒരു കോച്ചാണ്. അപ്പോൾ അയാൾ വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, അലോൺസോ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് താനൊരു ലിവർപൂൾ ഫാനാണെന്ന്. ആ ഒരു ക്ലബ്ബായിട്ടുള്ള ആ ഒരു കണക്ഷനും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അലോൺസോനെ നോക്കും. പക്ഷെ അലോൺസോനെ മാത്രമായിരിക്കില്ല നോക്കുക. പിറിയോള റിച്ചർഡ് ഹ്യൂസിൻ്റെ കൂടെ ബോൺമത്തിൽ പണിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു കണക്ഷനും കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും ആയിരിക്കും എങ്ങാനും സ്ലോട്ടിനെ പുറത്ത്. സാധാരണ ലിവർപൂൾ അങ്ങനെ കോച്ചുമാരെ ഒഴിവാക്കാറില്ല. ഒഴിവാക്കേണ്ടത് എപ്പോഴാണ്? ക്രൗഡ് അവർക്കെതിരെ തിരിയുമ്പോൾ. റോയ് ഹോഡ്സൺ അതാ പറ്റിയ, ബ്രെൻഡൻ റോജേഴ്സിനും അതാ പറ്റിയ. ക്രൗഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ തിരിയാത്ത ക്രൗഡാണ് ശരിക്കും. അപ്പോൾ അവർ തിരിയണമെങ്കിൽ അവരെ അത്രയും വെറുപ്പിച്ചിട്ടുണ്ടാവണം നിങ്ങൾ. ഇപ്പോൾ പരിശീലകരെ മാറ്റുന്ന സംസാരിക്കുമ്പം ഒരു സീസണിൽ തന്നെ 2-3 തവണ പരിശീലകരെ മാറ്റിയ ഒരു ടീമാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. പക്ഷേ എന്നിട്ടും ഒരു മെച്ചം വെക്കാത്ത അല്ലെങ്കിൽ എന്നിട്ടും അതൊരു ഗുണം ചെയ്ത് കാണാത്ത ഒരവസ്ഥയാണ് ഈ സീസണിൽ കാണുന്നത്. പ്രത്യേകിച്ച് റെലഗേഷൻ ബാറ്റിൽ കഴിഞ്ഞ വർഷം യൂറോപ്യൻ ട്രോഫി അടിച്ചൊരു ടീം ഈ വർഷം റെലഗേഷൻ ബാറ്റിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു ചാൻസസ്, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ഒരു ഡിസർബി എന്നൊരു കോച്ചിന് അടുത്ത വർഷത്തേക്ക് വരുമ്പം എന്താണ് പ്ലാനിലൊരു ചേഞ്ചസ് വരുത്താനുള്ള സാധ്യത? അടുത്ത സീസൺ കളിക്കാർ കുറച്ച് പേര് തിരിച്ചു വന്ന ഇത്രയും മോശമാവണമെന്നില്ല. എന്താ വെച്ചാൽ ഈ സീസൺ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജെയിംസ് മാഡിസൺ, കുലുസെവ്സ്കി ഇവർ പ്രധാനപ്പെട്ട 2 കളിക്കാരാണ്. പിന്നെ വേറെ പലരും ഇപ്പോൾ ചാബി സിമോൺസ് ഇപ്പോൾ അവസാനത്തെ കുറച്ച് മാച്ച് മിസ് ചെയ്തു. റിച്ചാർഡ്സൺ ഇടയ്ക്ക് കുറേ മാച്ച് മിസ് ചെയ്തു. അപ്പോൾ അവർക്ക് പരിക്കായിട്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ റൊമേറോൻ്റെ പിന്നെ ആകെപ്പാടുള്ള പെരുമാറ്റം, നമ്മൾ നേരത്തെ വിനീഷ്യസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സീനിയർ പ്ലെയറുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതല്ല പ്രതീക്ഷിക്കണം. അനാവശ്യമായിട്ടുള്ള റെഡ് കാർഡുകൾ, വെറുതെ തർക്കത്തിന് അഗ്രഷൻ ഭയങ്കര. അതെ. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പക്ഷെ ശരിക്കും ബേസിക് നിങ്ങൾ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ആദ്യത്തെ 10-ലെങ്കിലും ഫിനിഷ് ചെയ്യേണ്ട ഒരു സ്ക്വാഡാണ് സ്പേഴ്സിൻ്റെ. ഇപ്പോൾ നിലവിൽ 17ാം സ്ഥാനത്താണ്. ഇത് റെലഗേഷൻ സോണിൻ്റെ തൊട്ട് മേലെ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ ഒരു പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു റെലഗേഷനിലേക്കുള്ള സാധ്യതയുണ്ട് അവസാന 3 മത്സരങ്ങളിലുള്ള? ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അവർക്ക് ഇന്ന് രാത്രി കളിക്കേണ്ടത് ലീഡ്സാണ്. ലീഡ്സ് ഇപ്പോൾ സേഫാണ്. ലീഡ്സും ഫോറസ്റ്റും ഇന്നലെ വെസ്റ്റ് ഹാം തോറ്റത് കാരണം അവർ സേഫായി. അപ്പോൾ അത് കാരണം ആ പ്രഷർ കുറച്ച് ലീഡ്സിൻ്റെ മേലുള്ള പ്രഷർ കുറയും. ടോട്ടനമിന് അത് കാരണം അവർ വാശിയോടുകൂടി കളിച്ചാൽ അവർ ജയിക്കേണ്ട കളിയാണ്. പിന്നെ വെസ്റ്റ് ഹാമിൻ്റെ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല അവർ അവസാനത്തെ 2 കളി ജയിക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി ടോട്ടൻഹാം ഒരു സേഫ് സോണിലാണെന്ന് പറയാം. സേഫ് സോണിലാണെന്ന് പറയാം. പക്ഷേ
ഇവരിപ്പോൾ അവര് സ്വന്തം കാണുന്നത് ഒരു സൂപ്പർ ക്ലബ്ബായിട്ടാണ്. പക്ഷേ നമ്മൾ പോച്ചറ്റീനോൻ്റെ കാലം വെച്ച് നോക്കുമ്പോൾ 2019 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ ടീം അത് കഴിഞ്ഞിട്ടുള്ള വീഴ്ച ഭയങ്കരമാണ് ശരിക്കും. അപ്പോൾ അത് തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഡിസേർബി ആയാലും ആരായാലും ഒരു സീസൺ കൊണ്ടൊന്നും അത് സാധിക്കില്ല.